ഹലോ ഫ്രണ്ട്സ്, ഓൺലൈനിൽ ഞാൻ കണ്ട ഒരു സ്കേറ്റർ ഡ്രസ്സിൻ്റെ മോഡലാണിത്. അപ്പോൾ അതുപോലെ തന്നെ വേറൊരു ക്ലോത്തിൽ ചെയ്തെടുത്തതാണ്. അപ്പോൾ ഈ ഒരു ഡിസൈന് നിങ്ങൾക്ക് ഗിവ് അവേ ആയിട്ട് തരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഈ വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട്. 2.5 മീറ്റർ ക്ലോത്താണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ജെൻസിൻ്റെ ഷർട്ട് പീസാണ്. അപ്പോൾ നമുക്ക് ആദ്യം ബോഡി പാർട്ടിൻ്റെ മെഷർമെൻറ്റ് ഒന്ന് നോക്കാം. ഇത് ഈ ഫോൾഡ് ചെയ്ത ഭാഗത്ത് നിന്നും നമുക്ക് ഷോൾഡർ അടയാളപ്പെടുത്തി കൊടുക്കാം. 6.5 ഇഞ്ചാണ് ഞാനിവിടെ ഷോൾഡർ എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ പോയിന്റിൽ നിന്നും താഴേക്ക് 6.5 ഇഞ്ച് തന്നെ ആം ഹോളും മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെസ്റ്റ് മാർക്ക് ചെയ്യാം. 11.5 ഇഞ്ചാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നമ്മൾ ചെസ്റ്റ് റൗണ്ട് എത്രയാണ് വരുന്നത് അതിനെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് ലൂസും 1 ഇഞ്ച് സീം അലവൻസും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ ബോഡി പാർട്ടിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യാം. 13.5 ഇഞ്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 12.5 ഇഞ്ചാണ് വേണ്ടത്. അതിലേക്ക് 1 ഇഞ്ച് സീം അലവൻസ് കൂടെ കൂട്ടിയിട്ട് 13.5 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് വരച്ചു കൊടുക്കാം. ഇത് ആ ലൈനിലേക്ക് നമ്മുടെ വേസ്റ്റിൻ്റെ മെഷർമെൻറ്റ് കൂടെ നോക്കാം. 10.5 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ ആം ഹോൾ കർവ് ഒന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു കോർണറിൽ നിന്നും ഒരു 1.25 ഇഞ്ചോളം ഇതുപോലെ ഒന്ന് വരച്ചിട്ട് ഈ ഒരു പോയിൻറ്റുകൾ യോജിപ്പിച്ച് ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുക്കാം. എന്നിട്ട് മുൻവശത്തെ സ്ലീവിന് വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ചോളം ഇതുപോലെ ഒന്ന് ഉള്ളിലേക്കാക്കിയിട്ട് ഒന്ന് കർവ് ചെയ്ത് ഒന്നുകൂടെ വരച്ചു കൊടുക്കുക. എന്നിട്ട് ഈ ചെസ്റ്റും വേസ്റ്റും കൂടെ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് നെക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്യാം. 2.5 ഇഞ്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. അതുപോലെ നെക്കിൻ്റെ വിഡ്ത്ത് വരുന്നത് ഫ്രണ്ട് നെക്കിൻ്റേതാണ്. 4 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ ഒരു ബോക്സാക്കി വരച്ചു കൊടുക്കുക. ഇനി ഇതൊന്ന് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. ഈ ഒരു ഷേപ്പിലാണ് നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ബാക്ക് നെക്കിൻ്റെ വിഡ്ത്ത് കൊടുത്തിട്ടുള്ളത് 1 ഇഞ്ചാണ്. അതും ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഇനി ഇവിടുന്ന് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഷോൾഡർ ഒന്ന് സ്ലോപ്പ് ആക്കിയിട്ട് വരച്ചു കൊടുക്കുക. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഈ ബാക്ക് പാർട്ടിൻ്റെ മെഷർ ചെയ്തിട്ടുള്ള ആ ഒരു ലൈനിലൂടെ ആദ്യം കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ബാക്ക് പാർട്ട് മാറ്റി വെച്ചതിന് ശേഷം ഫ്രണ്ട് പാർട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ 2 പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്രണ്ട് പാർട്ട് ഒന്ന് ഇതുപോലെ സെൻറ്ററിലൂടെ ഒന്ന് കട്ട് ചെയ്ത് 2 പീസാക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇവിടെ ഒരു 1 ഇഞ്ച് കയറ്റിയിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം.
ഇനി നമുക്കിതിൻ്റെ സ്ലീവ്സ് എങ്ങനെയാണ് കട്ട് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതിന് സ്ലീവായിട്ട് വരുന്നത് ചെറിയൊരു പ്ലീറ്റ് ഇട്ടിട്ടുള്ള സ്ലീവാണ്. അതുപോലെ താഴെ ഇലാസ്റ്റിക്കാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ആം ഹോളിൻ്റെ ലെങ്ത്ത് നമുക്കിതുപോലെ ബോഡി പാർട്ടിൽ നിന്നും ഒരു ടേപ്പ് വെച്ചിട്ട് മെഷർ ചെയ്തെടുക്കാം. അപ്പോൾ എനിക്കിവിടെ 10 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. നമ്മൾ ഈ മടക്കി വെച്ച വശത്ത് നിന്നും 2 ഇഞ്ച് ഒന്ന് താഴേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അത് പ്ലീറ്റ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം അവിടെ നിന്നും ഒരു 9 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ 9 ഇഞ്ച് വരുന്നത് നേരത്തെ നമ്മൾ ആം ഹോള് ടേപ്പ് വെച്ച് അളന്നെടുത്തില്ല. അപ്പോൾ അതിൽ നിന്ന് 1 ഇഞ്ച് കുറച്ചതാണ്. എന്താ ഇവിടെ നിന്ന് ഒരു 3 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഇവിടെ നിന്നും നേരത്തെ 2 ഇഞ്ച് മാർക്ക് ചെയ്തില്ല, ആ ഒരു പോയിന്റിലേക്ക് ഇതുപോലെ ഒന്ന് സ്ലോപ്പായിട്ട് വരച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ആം ഹോള് വരച്ചെടുക്കാം. ഇനി സ്ലീവിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. 15 ഇഞ്ചാണ് സ്ലീവിൻ്റെ ലെങ്ത്ത് എടുത്തിട്ടുള്ളത്. ഒരു 2 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. അത് ഇലാസ്റ്റിക് വെച്ചിട്ട് മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് സ്ലീവിൻ്റെ വിഡ്ത്ത് ഇവിടെ നിന്നും 7 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് സ്ലോപ്പാക്കി വരച്ചു കൊടുക്കാം. വിഡ്ത്ത് എടുക്കുമ്പോഴും 1-2 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കണം, കാരണം ഇലാസ്റ്റിക് വെക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി സ്കേർട്ട് പാർട്ടിൻ്റെ കട്ടിങ് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ലെങ്ത്താണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 26 ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത്. അപ്പോൾ അവിടെ നിന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഈ 2 പീസും ഈ ഡിസൈനിനനുസരിച്ച് ഞാനൊന്ന് ഒരു ഓർഡർ ആക്കി കൊടുത്ത് ഇനിയാണ് സ്കേർട്ടിൻ്റെ വിഡ്ത്ത് മെഷർ ചെയ്യുന്നത്. നേരത്തെ നമ്മൾ വേസ്റ്റ് എടുത്തിട്ടുള്ളത് 10.5 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ ഒരു 3/4 ഭാഗവും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 16 ഇഞ്ച് വരും. എന്നിട്ട് അവിടെ നിന്നും ഇതുപോലെ ഒന്ന് സ്ലോപ്പായിട്ട് താഴേക്ക് വരച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഈ സ്കേർട്ടിൻ്റെ ഫ്രണ്ട് പാർട്ടൊന്ന് 2 ഭാഗമാക്കി കൊടുക്കാം. കാരണം ഫ്രണ്ടിൽ പ്ലാക്കറ്റ് വന്നിട്ട് ബട്ടൺസൊക്കെ വെക്കാനുള്ളതാണ്. ഇനി നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് ഈ സ്കേർട്ട് പീസുകളിലൊക്കെ ഒന്ന് ഫ്രിൽസ് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ലൂസ് സ്റ്റിച്ച് ആദ്യം ഇട്ട് കൊടുത്തു. എന്നിട്ട് അത് ഇതുപോലെ ഒന്ന് വലിച്ചിട്ട് ഫ്രിൽസാക്കി ബോഡി പാർട്ടിൻ്റെ അതേ ലെങ്ത്തിൽ വെച്ച് കൊടുത്തു. എന്നിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇതുപോലെ ഫ്രണ്ട് പാർട്ടിൻ്റെ 2 സൈഡും ചെയ്തെടുത്തു. അതുപോലെ തന്നെയാണ് ബാക്ക് വശവും ചെയ്തെടുത്തിട്ടുള്ളത്.
ഇനി നമുക്കിതിന് ബട്ടൺസ് വെക്കാനുള്ള പ്ലാക്കറ്റില്ലേ അതെങ്ങനെയാണ് ചെയ്തെടുക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ലോങ് പീസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ഒന്നിൻ്റെ വീതി വരുന്നത് 3 ഇഞ്ചാണ്, ഒന്ന് വരുന്നത് 2 ഇഞ്ചുമാണ്. ഈ 3 ഇഞ്ച് വീതി വരുന്ന പീസ് ഇതുപോലെ ഒന്ന് അടിവശത്തേക്ക് വെച്ചതിന് ശേഷം അതിൻ്റെ റൈറ്റ് സൈഡാണ് ചേർത്ത് വെക്കുന്നത്. ഇതിൻ്റെ അരികിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ അരിക് ഇതുപോലെ ഒന്ന് മടക്കി മുൻവശത്തേക്ക് ഇതുപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ 2 ഇഞ്ചിൻ്റെ പീസ് അത് ഈ ഫ്രോക്കിൻ്റെ മുൻഭാഗത്തേക്കാണ്, മേൽവശത്തേക്കാണ് വെക്കുന്നത്. എന്നിട്ട് അതിൻ്റെ അരിക് സ്റ്റിച്ച് ചെയ്ത് അതായത് ഇതുപോലെ അടിവശത്തേക്ക് ഫുള്ളായിട്ട് അടിയിലേക്കാണ് മടക്കി വെക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ പ്ലാക്കറ്റ് ഇട്ടത് ഇതുപോലെ ഒന്ന് 2 പീസും ചേർത്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ നെക്ക് ഭാഗത്തു നിന്നും 2.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അവിടുന്ന് താഴേക്ക് നമുക്ക് ഇത് രണ്ടിൻ്റെയും ഈ പ്ലാക്കറ്റിൻ്റെ 2 സൈഡിലൂടെ ഒന്ന് ചേർത്ത് 2 പാർട്ടൂടെ ചേർത്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. താഴെ ഭാഗത്ത് 9 ഇഞ്ചാണ് ഓപ്പണിംഗ് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ബാക്കി വരുന്ന ഭാഗം 2 സൈഡിലൂടെ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബെൽറ്റിന് വേണ്ടിയിട്ടുള്ള സ്ട്രാപ്പ് റെഡിയാക്കാം. അതിനായിട്ട് ഒരു പീസ് ഇതുപോലെ എടുത്തിട്ട് 4 സൈഡും ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തു. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് സെൻറ്റർ ഫോൾഡ് ചെയ്തിട്ട് സൈഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇങ്ങനെ 4 പീസ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് 2 ഫ്രോക്കിൻ്റെ ഫ്രണ്ട് പാർട്ടിൽ വെച്ച് കൊടുക്കാം. അതുപോലെ 2 ബാക്ക് വശത്തും ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ സ്ലീവ്സ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഷോൾഡറിൻ്റെ ഭാഗം വരുന്നില്ലേ അവിടെ ഇതുപോലെ ഒന്ന് ഞൊറിവിട്ട് കൊടുത്തു. നമ്മൾ നേരത്തെ 2 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടില്ലായിരുന്നോ, അത് ഇതുപോലെ ഒരു ഞൊറിവാക്കി വെച്ച് കൊടുത്തു. എന്നിട്ട് ബാക്കി വരുന്ന ഭാഗം ഇതുപോലെ സ്ലീവ്സിന് ചുറ്റുമായിട്ട് അറ്റാച്ച് ചെയ്തെടുത്തു. ഇങ്ങനെ 2 പീസും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്ലീവ്സിൻ്റെ ബോർഡറിൽ ഇലാസ്റ്റിക് വെച്ച് കൊടുക്കണം. അതിനായിട്ട് ഇതുപോലൊന്ന് അറ്റം മടക്കി കൊടുക്കുക. എന്നിട്ട് 1.5 ഇഞ്ചോളം ഇതുപോലെ ഉൾവശത്തേക്കൊന്ന് മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു ഇലാസ്റ്റിക് ഇതുപോലെ ഒന്ന് വച്ച് അതിൻ്റെ വീതി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലൂടെ ഒരു സ്റ്റിച്ച് ഇട്ടിട്ട് ഈ ഗ്യാപ്പിലൂടെ ഇലാസ്റ്റിക് കയറ്റി കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ കോളർ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഈ ഫ്രോക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തു. ഇതുപോലെ 2 വശം ചേർന്ന് വരുന്ന രീതിയിൽ ഇങ്ങനെ മടക്കിയിട്ട് ഇതിൻ്റെ സൈഡിലൂടെയാണ് ഇതിൻ്റെ മെഷർമെൻറ്റ്സ് എടുക്കുന്നത്. അപ്പോൾ ഒരു 9.25 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ അതിൽ നിന്നും ഒരു 1/2 ഇഞ്ച് കൂടെ ഞാൻ കൂട്ടിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു ക്യാൻവാസ് എടുത്ത് ഇതുപോലെ ഒന്ന് മടക്കി വെക്കുക. ഈ മടക്കി വെച്ച ഭാഗത്ത് നിന്നും താഴേക്ക് ഒരു 3 ഇഞ്ച് അടയാളപ്പെടുത്തുക. അവിടെ നിന്നും ഒരു 4 ഇഞ്ച് കൂടെ മാർക്ക് ചെയ്ത് ഇതുപോലെ സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുക. ഇനി നമ്മൾ ഫ്രണ്ട് നെക്ക് മാർക്ക് ചെയ്ത രീതിയിൽ ഇവിടെ ഒന്ന് ഒരു കർവ് ചെയ്തിട്ട് ഈ ഒരു പാർട്ട് ഇതുപോലെ വരച്ചെടുക്കാം. ഇനി ടാപ്പ് ഇതുപോലെ വെച്ച് 1 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കാം. ഈ 1 ഇഞ്ച് ഉൾവശത്തേക്കാണ് മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം.
ഇനി ഇതൊരു 2 പീസ് ക്ലോത്ത് അതിൻ്റെ നല്ല വശം ചേർന്ന് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചിട്ട് അതിൻ്റെ മേലേക്ക്, അതായത് ചീത്ത വശത്തേക്കാണ് ഈ ക്യാൻവാസ് നമ്മൾ ഒട്ടിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ഉൾവശത്ത് സൈഡിലൂടെ, ക്യാൻവാസിൻ്റെ സൈഡിലൂടെ ആയിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുക. എന്നിട്ട് എക്സ്ട്രാ വരുന്ന ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കിയതിന് ശേഷം ഇതുപോലെ ചെറിയ കട്ടിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ക്യാൻവാസ് ഒട്ടിച്ച ക്ലോത്ത് ഇതുപോലെ ഒന്ന് ഒരു 1/4 ഇഞ്ച് എക്സ്ട്രാ വിട്ടിട്ട് ബാക്കി ഉള്ളത് കട്ട് ചെയ്ത് ഒഴിവാക്കാം. എന്നിട്ടത് ഇതുപോലെ ഒന്ന് മടക്കി ക്യാൻവാസിലേക്ക് മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ കോളർ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഈ ഒരു പീസ് 1/2 ഇഞ്ച് വിട്ടിട്ട് ബാക്കി ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഈ ഒരു പാർട്ടാണ് നമ്മൾ ഫ്രോക്കുമായിട്ട് യോജിപ്പിച്ചെടുക്കുന്നത്. ആദ്യം നമുക്ക് ഈ കോളറിൻ്റെ സെൻറ്റർ ഒന്ന് ഇതുപോലെ അടയാളപ്പെടുത്താം. അതുപോലെ നമ്മൾ ഡ്രസ്സിൻ്റെ ബാക്ക് വശത്തിൻ്റെ സെൻറ്ററും ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ രണ്ടിൻ്റെയും സെൻറ്റർ ഒരുമിച്ച് വരുന്ന രീതിയിൽ ഇതുപോലെ വച്ചിട്ട് ഒന്ന് സൈഡിലേക്കായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ 2 സൈഡിലേക്കും സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് കോളർ ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് ഇനി ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിൻ്റെ 2 സൈഡും ഒന്ന് യോജിപ്പിച്ചെടുക്കാം. 2 ഭാഗവും ഇതുപോലെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടിഭാഗം ഒന്ന് നമുക്ക് മടക്കി തയ്ച്ചു കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ്. നമ്മുടെ ഫ്രണ്ടിൽ ബട്ടൺസൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കണ്ട ആ മോഡലിൻ്റെ അതേ ഡിസൈനിൽ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഈ ഒരു ഡിസൈനാണ് ഞങ്ങൾ നിങ്ങൾക്ക് ഗിവ് അവേ ആയിട്ട് തരാൻ പോകുന്നത്. നിങ്ങളുടെ അളവിൽ ഞങ്ങളിത് നിങ്ങൾക്ക് വേണ്ടി സ്റ്റിച്ച് ചെയ്ത് തരുന്നതാണ്. അതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസൊക്കെ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഗിവ് അവേക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ കണ്ടിട്ട് അതിൻ്റെ താഴെ ഒരു കമൻറ്റ് രേഖപ്പെടുത്തുക. അപ്പോൾ ഈ കമൻസിൽ നിന്നും ഞങ്ങൾ പിക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഈ ഒരു ഡിസൈന് ഗിവ് അവേ ആയിട്ട് തരുന്നതാണ്.